മോഹൻപിള്ള ഇപ്പോഴും അതായത് ഈ വിഷയത്തിൽ അങ്ങ് സമാനമായ പല ലാൻഡ് സ്ലൈഡ്സും നേരിട്ട് കണ്ടിട്ടുള്ള എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള ആളായിരിക്കുമെന്നാണ് ഞാൻ കരുതുന്നത്. സേനാ വിഭാഗങ്ങൾ നടത്തുന്ന പല ഓപ്പറേഷൻസിനെ കുറിച്ചും അങ്ങേക്ക് അതിന്റെ ഡീറ്റെയിലിംഗ് അടക്കം അറിയാവുന്ന ആളുമാണ്. നമ്മുടെ സൈന്യത്തിന്റെ ഒരു ഓപ്പറേഷനിൽ ഇതുപോലെയുള്ള സാഹചര്യങ്ങൾ കാണുമ്പോൾ, പ്രത്യേകിച്ചും ഇവിടെയുള്ള ഈ സാഹചര്യം എന്ന് പറയുന്നത് ഈ മൺകൂനയാണ്. എനിക്കിപ്പോഴും എന്തുകൊണ്ടാണ് ഈ മണ്ണ് നീങ്ങാത്തത് എന്ന സംശയം വിട്ടുമാറാത്തത് കൊണ്ടാണ് ഞാൻ അങ്ങയോടത് വീണ്ടും ചോദിക്കുന്നത്. പ്രേക്ഷകരിൽ പലർക്കും സംശയമുണ്ടാകാം, നമ്മുടെ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് സ്വാഭാവികമായും തോന്നും എന്തുകൊണ്ടാണ് ഇവിടെ ഇങ്ങനെയൊരു ഫോർമേഷൻ ഉണ്ടായിരിക്കുന്നത്. അത് ഇത്രയും ഒഴുക്കുണ്ടാകുമ്പോൾ, ഇപ്പോൾ അടിയൊഴുക്ക് ശക്തമാണ് എന്നാണ് സേന തെരച്ചിൽ നടത്തുമ്പോൾ പറയുന്നത്. അടിയൊഴുക്ക് ശക്തമായ ഒരിടത്ത് മണ്ണ് ഇത്രയും ഉയരത്തിൽ, അതായത് നദിയുടെ ആഴത്തിന്റെ അത്രയും ഉയരത്തിൽ മണ്ണിങ്ങനെ കൂടിക്കിടക്കുകയാണ്. ഇത് ഡേ 1 മുതൽ 16-ാം തീയതി 8:45 മുതൽ 8:45 ISROയുടെ സാറ്റലൈറ്റ് ഇമേജ് നമ്മൾ കാണുന്നത്. നമ്മളിപ്പോൾ സംസാരിക്കുന്നത് ഈ അപകടമുണ്ടായി 8ാം ദിവസമാണ്. ഇത്രയും ദിവസവും ഒരു ചേഞ്ചും ഇല്ലാതെ എങ്ങനെയായിരിക്കാം ഈ മൺകൂന ഇവിടെ കാണപ്പെടാനുള്ള ഒരു സാധ്യത ഉണ്ടാകുന്നത്? അതായത് ആ മൺകൂനയ്ക്കടിയിൽ ഹാർഡായുള്ള ഏതെങ്കിലും ഒബ്ജക്റ്റുകൾ ഉള്ളതും അതിൽ ഈ മണ്ണ് തളം കെട്ടി നിൽക്കുന്നതും ആയിരിക്കുമോ? അതോ പാറയുടെ പുറത്ത് മണ്ണ് നിൽക്കുകയാണെങ്കിൽ നദിയുടെ ഒഴുക്കിനനുസരിച്ച് അതിങ്ങനെ മാറി മാറി പോകേണ്ടതല്ലേ? പക്ഷേ ഈ ഒരു സ്ട്രക്ചറിന് ഒരു മാറ്റവുമില്ല 8 ദിവസമാകുമ്പോഴും. ഡേ 1ലും ഡേ 8ലും സെയിം ആണ്. സുജയ, നമ്മൾ ട്രക്കാണ് എന്ന് 100% ഉറപ്പിച്ച് പറയാൻ പറ്റില്ല. കാരണം ഹെവി റോക്സ് ആണെങ്കിൽ പോലും ആ ഡിപ്പോസിറ്റ് അങ്ങനെ നിൽക്കാൻ പറ്റും. പിന്നെ അണ്ടർ കറണ്ട് അവിടെ മാത്രം കൂടുതൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കുന്നത്, അതായത് നോർമൽ ഫ്ലോയിൽ ഏതാണ്ട് ഒരു 8 മീറ്റർ വീതിയുള്ള ഒരു റിവർ പോകുമ്പോൾ അതിൻ്റെ ഒരു ഒബ്സ്ട്രക്ഷൻ വന്നു കഴിയുമ്പം, അതായത് രണ്ടിടത്തു കൂടി, അതായത് ഈ 8 മീറ്ററിൽ കൂടെ ഒഴുകേണ്ട വെള്ളം ഒരു 3 മീറ്റർ ഒരിടത്ത്, അതുപോലെ തന്നെ ഒരു 4 മീറ്റർ ഒരിടത്ത് ഒരു വളരെ കുറഞ്ഞ സ്പേസ് എടുത്ത് ഒഴുകുമ്പോൾ അത് സ്വാഭാവികമായിട്ടും കറണ്ട് കൂടും. അതാണ് അവിടെ അണ്ടർ കറണ്ട് ഈ പെർട്ടിക്കുലർ ഏരിയയിൽ കൂടുവാനുള്ള കാരണം ഫ്രീ ഫ്ലോ ഇല്ല, ഒബ്സ്ട്രക്ഷൻ വന്നു. അപ്പം ഉള്ള സ്ഥലത്തു കൂടി നല്ല സ്പീഡിൽ ഒഴുകാനുള്ള ഒരു ടെൻഡൻസി ഉണ്ട്. അതാണ് അവിടെ കറണ്ട് കൂടുതൽ വരാനുള്ള കാരണം. ഇപ്പോൾ ഞാൻ മനസ്സിലാക്കിയത്, ഇപ്പോൾ നോർമലായിട്ടാണെന്നുണ്ടെങ്കിൽ സൈന്യത്തിന്റെ ഒരു രീതിയിൽ ആദ്യം തന്നെ അവിടെ ഒക്കുപ്പൈ ചെയ്തിട്ട് സപ്പോർട്ടിംഗ് ആയിട്ട് ഞാൻ പറഞ്ഞില്ലേ, റോപ്പോ അല്ലെങ്കിൽ ഡോക്ടർ മോഹൻപിള്ള, നമ്മളിപ്പോൾ പോസ് ചെയ്ത് വെച്ചിരിക്കുന്ന ദൃശ്യം അങ്ങൊന്ന് നോക്കൂ. നദിയുടെ ഒത്ത നടുക്കാണ്. മറ്റേ കരയിലേക്ക് നദി കുതിച്ചു കയറി മണ്ണൊലിപ്പിച്ച് കൊണ്ടുപോയ അതിൻ്റെയും ഒപ്പം മണ്ണിടിച്ചിലുണ്ടായ സ്ഥലത്തിൻ്റെയും ഒത്ത നടുക്കാണ്. ഈ ചായക്കടയൊക്കെ ഇരുന്ന സ്ഥലത്തിൻ്റെയും എല്ലാം മധ്യഭാഗത്തായിട്ടാണ് ഈ ഫോർമേഷൻ ഉണ്ടായിരിക്കുന്നത്. അതിൽ ഒരു കൂന വളരെ വലുതാണ്, ആളുകൾക്ക് കയറിയൊക്കെ നിൽക്കാൻ കഴിയുന്ന രീതിയിൽ ഒരു ചെറിയ തുരുത്ത് പോലെ അത് മാറിയിട്ടുണ്ട്. അപ്പുറത്തുള്ളത് 2 ചെറിയ കൂനകളാണ്. അതിനും അപ്പുറത്തേക്ക് 2-3 സ്പോട്ടിംഗ് കൂടി നമുക്ക് ഈ രീതിയിൽ കാണാം. പാറക്കഷ്ണങ്ങളിൽ അല്ലെങ്കിൽ പാറക്കൂട്ടങ്ങളിൽ ഈ രീതിയിൽ നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ടോ? ഇങ്ങനെ മണ്ണ് പൊങ്ങി ഇങ്ങനെ ഉയർന്നു നിൽക്കുന്നത്. ഒഴുക്കുള്ള നദിയാണ്, മഴയുണ്ട് അവിടെ. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ റെഡ് അലർട്ട് ആയിരുന്നു, ശക്തമായ മഴയായിരുന്നു, നല്ല രീതിയിൽ അടിയൊഴുക്കുണ്ട് എന്ന് അല്പസമയം മുൻപ് സൈന്യവും പറഞ്ഞു. പിന്നെ എന്തുകൊണ്ടായിരിക്കും ഈ സ്ട്രക്ചർ ഇതേ രീതിയിൽ ഇങ്ങനെ കിടക്കുന്നത്? ഫ്ലോട്ട് ചെയ്ത് പോകേണ്ടതല്ലേ സ്വാഭാവികമായും നല്ല ഒഴുക്കുണ്ടെങ്കിൽ? അത് ബ്രഹ്മപുത്രയിലൊക്കെ ഇങ്ങനെ ഇൻസിഡൻറ്റ് അപ്പർ ആസാമിലൊക്കെ ഉണ്ടാവാറുണ്ട്. അതിൻ്റെ കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, തീർച്ചയായിട്ടും ഈ ലാൻഡ് സ്ലൈഡ് ഞാൻ പറഞ്ഞില്ലേ, ഹെവി വോളിയൂം ഓഫ് മഡ് ഫ്രം വൺ സൈഡ്, ഒരു സൈഡിൽ നിന്നും വളരെ നല്ല രീതിയിൽ വന്ന് ഡിപ്പോസിറ്റ് ചെയ്തപ്പോൾ കര, അതായത് ഓപ്പോസിറ്റ് സൈഡിലെ കൂടി വെള്ളം നല്ല രീതിയിൽ ഒഴുകി പോകുവാനുള്ള ഒരു അവസരമുണ്ടായപ്പോൾ അണ്ടർഗ്രൗണ്ട് കറണ്ട് കുറഞ്ഞ് മുകളിലൂടെ തന്നെ ഫ്ലോ ഉണ്ടായി ആ മേജർ വോളിയം ഓഫ് വാട്ടർ ഒഴുകി പോവുകയാണ്. അപ്പോൾ താഴെ ഈ ഡിപ്പോസിറ്റ്, തീർച്ചയായിട്ടും ഡിപ്പോസിറ്റ് ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു സ്ട്രോങ് ഒബ്ജക്റ്റ് ഉണ്ടായതിന് ശേഷം അതിൻ്റെ മേളിൽ ഡിപ്പോസിറ്റ് വന്നാണ് ഈ ലെവലിലായത്. അതിനകത്ത് ഒരു സംശയവുമില്ല, ഒരു ഇതാകാതെ നിൽക്കണത്. പിന്നെ ആ കറണ്ട് അണ്ടർ കറണ്ട് ഉണ്ട്. ആ കറണ്ട് കൊണ്ട് സ്വാഭാവികമായിട്ട് ഒരു ഓർഡിനറി ലേമാൻ പറയേണ്ടതാണ്, ഇത്രയും മണ്ണിങ്ങനെ അവിടെ നിൽക്കും, ഇത്രയും കറണ്ട് ഉണ്ടെങ്കിൽ അത് കുറേശ്ശെ വീതമെങ്കിലും ഒഴുകിപ്പോയി അത് തീരേണ്ടതല്ലേ എന്നുള്ളതായിരിക്കും സ്വാഭാവികമായിട്ടുള്ള ഒരു സംശയം. അത് അങ്ങനെയല്ല. അതിൻ്റെ കാരണം എന്തെന്ന് ചോദിച്ചാൽ, ആ ഏരിയയിൽ മാത്രം നിങ്ങൾ സൂം ചെയ്ത് നോക്കൂ, ഈ ടോപ്പിൽ വാട്ടർ കുറച്ച് സ്റ്റാഗ്നൻ്റ് ആയിട്ട് നിൽക്കും, അത്രയും കറണ്ടില്ല. നേരെ മറിച്ച് സൈഡിലൂടെയുള്ള വിഡ്ത്തിലൂടെയാണ് ഈ അണ്ടർ കറണ്ട് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഇത് പോകുന്നത്. അപ്പോൾ ഈ ഡിപ്പോസിറ്റ് ഉണ്ടായപ്പോൾ 2 സൈഡിലൂടെയും വെള്ളത്തിന് നിർലോഭം ഒഴുകുവാനുള്ള ഒരു അവസരം, അങ്ങനെയാണ് സൈഡ് എടുത്തത്. ഒഴുകാനുള്ള അവസരമുണ്ടായപ്പോൾ സെൻട്രലിൽ പ്രഷർ കുറഞ്ഞു.
സെൻട്രൽ പ്രഷർ കുറഞ്ഞ് അങ്ങനെ അവിടെ ഡിപ്പോസിറ്റായി. രണ്ട് സൈഡിലൂടെയും വെള്ളം മാക്സിമം, രണ്ട് സൈഡ് എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഓപ്പോസിറ്റ് സൈഡിലാണ്, ആ സൈഡിൽ കൂടി വെള്ളം മാക്സിമം ഒഴുകിപ്പോയി. അപ്പോൾ ആ ഒരു പ്രഷർ ഈ സൈഡിൽ കുറഞ്ഞു. ഈ ഒബ്ജക്റ്റ് എല്ലാം കൂടി വീണ് അത് ഒബ്സ്ട്രക്ഷൻ വന്നതുകൊണ്ട് അത് തീർച്ചയായിട്ടും ആ ഒബ്സ്ട്രക്ഷനിൽ വീണ്ടും വീണ്ടും ഡിപ്പോസിറ്റ് ആയതാണ് ഈ ഒരു സ്ലോ പ്രോസസ്സിനുള്ള കാരണം. ഡോക്ടർ മോഹനൻ പിള്ള, ഈ നദിയുടെ നടുവിലായിട്ടാണ് ഈ നിക്ഷേപം വരുന്നത്. നമ്മൾ മറ്റു നദികളെ കുറിച്ചൊക്കെ പറഞ്ഞല്ലോ. ഇപ്പോൾ ബ്രഹ്മപുത്രയിലായാലും ഒക്കെ ആ രീതിയിൽ ഒരു മണ്ണിന്റെ നിക്ഷേപം ഉണ്ടാവുകയാണെങ്കിൽ അത് ഒരാഴ്ച സസ്റ്റെയിൻ ചെയ്യാറുണ്ടോ? ഒരാഴ്ചയിൽ കൂടുതൽ ദാറ്റ് ഡിപ്പെൻസ് ഓൺ ദ ഹെവി റെയിൻഫാൾ. ഹെവി റെയിൻഫാൾ വളരെ നല്ല സ്ട്രോങ് മഴ വരുമ്പോൾ ഇത് കവറായതിനു ശേഷം അത് ഇല്ലാതാകുന്നത് കണ്ടിട്ടുണ്ട്. വളരെ റെയർസ്റ്റ് ഓഫ് ദി റെയർ കേസാണ് ആഫ്റ്റർ 3-4 months കഴിയുമ്പോൾ വാട്ടർ ലെവൽ കുറയുകയും അത് കുറെ ഹൈറ്റ് ആയിട്ട്, പക്ഷേ നദികളിൽ വളരെ റെയർ ആയിട്ടാണ് അങ്ങനെ കണ്ടിട്ടുള്ളത്, ഈ ഡിപ്പോസിറ്റ് കണ്ടിട്ടുള്ളത്. അവിടെയാണ് എനിക്ക് വീണ്ടും ഈ ഗംഗാവാലി പുഴയിലെ ഈ നടുക്കുള്ള വസ്തുവിൽ ഒരു സംശയം നിൽക്കുന്നത്. അതായത് ഈ ലാൻഡ്സ്ലൈഡ് ഉണ്ടായതിനു ശേഷം അതിന്റെ തൊട്ടടുത്ത ദിവസങ്ങളിലൊക്കെ കനത്ത മഴയാണ്. ഇന്നലെയും കനത്ത മഴ പെയ്തു, നല്ല കാറ്റും ഉണ്ടായിരുന്നു. അപ്പോഴും ഇത് മാത്രം ഒരു മാറ്റവും ഇല്ലാതെ നിൽക്കുകയാണ്. മഴ പതിക്കുമ്പോഴും എവിടെയോ തങ്ങി നിൽക്കുന്നത് പോലെ. അതായത് നമ്മളൊരു കൊട്ടയിൽ മണ്ണ് കോരി വെച്ച് കഴിഞ്ഞാൽ ആ കൊട്ടയ്ക്കുള്ളിൽ മണ്ണ് ഇരിക്കുമ്പോൾ നമ്മൾ മുറ്റത്ത് വെച്ചാലും അതിന് മുകളിലേക്ക് മഴ പെയ്താലും ആ കൊട്ടയ്ക്കകത്ത് തന്നെ അത് കണ്ടെയ്ൻ ചെയ്തിരിക്കുമല്ലോ. അതുപോലെ ഇത് കണ്ടെയ്ൻ ചെയ്തിരിക്കുന്നത് പോലെ ഒരു മാറ്റവും ആ സ്ട്രക്ചറിന് ഉണ്ടാകുന്നില്ലല്ലോ. സുജിയ, ഇതിനകത്ത് നമ്മൾ ഫോട്ടോയിൽ കാണുമ്പോൾ അത് കാണും. ബട്ട് ആ നേവി പീപ്പിൾ മസ്റ്റ് ഹാവ് അസസ്ഡ് ഇറ്റ് പ്രോപ്പർലി, വളരെ നല്ല രീതിയിൽ. കാര്യം അവർക്കതിൻ്റെ റേഡിയസും എത്രത്തോളം സൈസ് ഉണ്ട്, താഴോട്ട് എത്രത്തോളം ഉണ്ട് എന്ന് മനസ്സിലാക്കാം. ഒരു 20 അടി ഒരു ട്രക്ക് നിൽക്കത്തക്ക രീതിയിൽ ഇല്ല. അതാണ് ഞാൻ പറഞ്ഞത്. അല്ലെങ്കിൽ ട്രക്ക് വെർട്ടിക്കലായിട്ട് നിൽക്കണം. വെർട്ടിക്കലായിട്ട് തലകുത്തി നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ഹൈറ്റ് വരെ കവർ ചെയ്ത് വരാം. അല്ല എന്നുണ്ടെങ്കിൽ ആ ഒരു ഏരിയയിൽ ഒരു 20 അടിയുള്ള ട്രക്ക് അത്രയും ഡെപ്തിൽ അങ്ങനെ നിൽക്കാനുള്ള സാധ്യത കുറവാണ്. അതാണ് ഞാൻ പറഞ്ഞത്. റിവർ ബെഡിൽ നിന്ന് മേളിലോട്ട് ഇതിൻ്റെ സൈസ് എങ്ങനെയാണ് അണ്ടർ വാട്ടറിൽ ഫോം ചെയ്തിരിക്കുന്നതെന്ന് മനസ്സിലാക്കിയതിന് ശേഷം നമുക്കതിനെക്കുറിച്ച് അസസ് ചെയ്യാം. സ്വാഭാവികമായിട്ടും ആരും ചെയ്യുന്നത് ആദ്യം തന്നെ നേവി അത് അസസ് ചെയ്തിരിക്കാം. അതിനകത്ത് അവരത് റൂൾ ഔട്ട് ചെയ്തതുകൊണ്ടാണല്ലോ അടുത്ത ഒരു സ്റ്റെപ്പിലോട്ട് വന്നിരിക്കുന്നത്. അവിടെയൊന്നും ഈ സിഗ്നൽസ് ഒന്നും കിട്ടിയും കാണില്ല. അപ്പം ആ ഒരു രീതിയിലാണ് ഡിപ്പോസിറ്റ് കാണുമ്പോൾ നമ്മൾ വിചാരിക്കും അത് ട്രക്കിൻ്റെ അത്രയും വലിപ്പമുള്ള ഒരു ഡിപ്പോസിറ്റ് ഉണ്ടോ, അത് ഏത് രീതിയിലാകാം എന്നുള്ളത്. അത് അണ്ടർ വാട്ടറിൽ എത്രത്തോളം അതിൻ്റെ സൈസ് ഉണ്ട് എന്നറിഞ്ഞതിന് ശേഷം മാത്രമേ നമുക്ക് ആ ഒരു രീതിയിൽ ചിന്തിക്കാനോ പറ്റുള്ളൂ. പക്ഷേ നേവി അത് റൂൾ ഔട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് ഇത്ര ഡിപ്പോസിറ്റ് ഉണ്ടല്ലോ ആദ്യം അവർ അന്വേഷിക്കുന്നത് അതിനകത്തായിരിക്കും, അല്ലെങ്കിൽ അതിലുണ്ടോ എന്നുള്ള പോസിബിലിറ്റി ആയിരിക്കും നോക്കുന്നത്. അതിലില്ല എന്നുള്ള ഒരു ധാരണ വന്നിട്ടാണല്ലോ അവർ സൈഡിൽ നോക്കുന്നത് എന്നാണ് എനിക്ക്. അതിൻ്റെ സൈസ് എത്ര ഉണ്ട് എന്ന് എനിക്കറിയില്ല. ആ ഫോർമേഷൻ്റെ സൈസ് എത്രയുണ്ട് എന്ന് അറിഞ്ഞതിന് ശേഷമേ നമുക്കതിനെക്കുറിച്ചിട്ട് കമൻറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ബട്ട് ഇപ്പോഴത്തെ പോസിബിലിറ്റി അനുസരിച്ചിട്ട് ഞാൻ വിഷ്വലൈസ് ചെയ്യുന്നത് സൈഡിൽ നിന്നും ആ ഒരു ഡിപ്പോസിറ്റ് അനുസരിച്ച് സൈഡിൽ തന്നെ, അല്ലാതെ റിവർ നടുക്കോട്ട് ഇത് വരുവാണ് എന്നെങ്കിൽ എങ്ങനെയെങ്കിലും ഒക്കെ കട്ടുകൊണ്ട് വെളിയിൽ പോവുമോ എന്തെങ്കിലും ആകാം. ഇത് ഡൗൺ ആയിട്ട് അതിൻ്റെ മേളിൽ ഡെബ്രി വന്ന് കവർ ചെയ്ത് മൂവ് ചെയ്യാൻ വയ്യാത്ത രീതിയിലായിരിക്കാം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഡോക്ടർ മോഹനൻ പിള്ള, നേരത്തെ ഈ നദിക്കുണ്ടായിരുന്ന ആ വീതി എന്ന് പറയുന്നത് 200 മീറ്ററിലധികമാണ്. 250 മീറ്ററിനുള്ളിലേക്ക് വരെ ഇത് മാറിയും മറിഞ്ഞും വരുന്നുണ്ട്. അതായത് റിവർ ബാങ്ക്സിലേക്കൊക്കെ കയറി ഒഴുകുമ്പോൾ ആ വീതി വീണ്ടും കൂടുകയാണ്. നമ്മളിപ്പോൾ കാണുന്നത് ഗംഗാവാലി നദി കര കവിഞ്ഞ് മറുകര തൊട്ട സമയത്തെ അല്ലെങ്കിൽ അതിനുശേഷമുള്ള ദൃശ്യങ്ങളാണ്. ഇതിൽ ആ ലാൻഡ് സ്ലൈഡ് ഉണ്ടായ ഭാഗത്ത് നിന്ന് മണ്ണ് പൂർണ്ണമായും നിക്ഷേപിക്കപ്പെട്ടിരിക്കുന്നത് ഈ പുഴയുടെ മധ്യഭാഗം വരെയാണ് എന്ന് നമുക്ക് ന്യായമായും സംശയിക്കാമല്ലോ, അല്ലെങ്കിൽ ഉറപ്പിക്കാമല്ലോ ആ ദൃശ്യങ്ങൾ നോക്കുമ്പോൾ. ഇപ്പോൾ നമ്മൾ കാണുന്നത് ആ മണ്ണിടിച്ചിന് ശേഷമുള്ള നദിയുടെ ചിത്രമാണ്. നദി കലങ്ങി ഒഴുകുകയാണ്. മറുഭാഗത്ത് ഇടിഞ്ഞു വീണ ഭാഗത്ത് മൺതിട്ട കൃത്യമായി നദിയിലേക്ക് ഇറങ്ങി വരുന്നുണ്ട്. ഒപ്പം ആ ലാൻഡ് സ്ലൈഡ് ഉണ്ടായ മലയുടെ 2/3 ഭാഗവും ഇടിഞ്ഞ് താഴേക്ക് പതിച്ച് മധ്യഭാഗം വരെ വന്നിട്ടുണ്ട്. മധ്യഭാഗം വരെ മണ്ണ് നിക്ഷേപവുമുണ്ട് എന്ന് കരുതിക്കൂടെ? അപ്പോൾ മണ്ണിടിഞ്ഞ് താങ്കൾ പറഞ്ഞതുപോലെ റിവർ ബെഡിനോട് ചേർന്ന് കൂടുതൽ ഭാഗത്ത് നിക്ഷേപമുണ്ട്. അതോടൊപ്പം നദിയിലേക്ക് വന്ന് പതിച്ച മണ്ണ് അടിത്തട്ടിൽ കുറച്ച് കിടക്കുന്നുണ്ടാകും, പക്ഷേ മധ്യഭാഗത്തേക്ക് വരുമ്പോൾ കൂടുതലായി നിക്ഷേപിക്കപ്പെട്ടിട്ടുമുണ്ട്. തീർച്ചയായിട്ടും. അപ്പോൾ അങ്ങനെയുള്ള സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിൽ വി ഹാവ് ടു കോൺസെൻട്രേറ്റ് ഓൺ ദിസ് ലൊക്കേഷൻ ഓൺലി. കാര്യം നമുക്ക് ആ ഒരു പോസിബിലിറ്റി ഒരിക്കലും റൂൾ ഔട്ട് ചെയ്യാൻ പറ്റില്ല. കാരണം എന്നാണെന്ന് ചോദിച്ചാൽ ഈ തിട്ടയിൽ നിന്നും നേരെ മധ്യഭാഗം വരേക്കും ബ്ലോക്ക് ചെയ്ത് അത്രയും ഡിപ്പോസിറ്റ് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഏതാണ്ട് നല്ല രീതിയിൽ തന്നെ അനുമാനിക്കാൻ പറ്റും ഇത് മൂവ് ചെയ്തിട്ടില്ല. ഇത് വീണതിന് ശേഷം വീണ്ടും ഡിപ്പോസിറ്റായി അവിടെ സ്റ്റാഗ്നൻ്റായി അല്ലെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ ആഴത്തിൽ
ഉറച്ച് നിൽക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. അതിൻ്റെ മേളിലോട്ട് വീണ്ടും മണ്ണ് വന്ന് ഡിപ്പോസിറ്റ് ചെയ്ത് ആ ഡിപ്പോസിറ്റ് ഈ ലെവൽ വരെ ആകാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല. അതാണ് ഞാൻ പറയുന്നത്. ഇത് എങ്ങനെ പോയി എന്ന് പറഞ്ഞാലും 100 മീറ്ററിൽ കൂടുതൽ ഈ നിങ്ങൾ പറയുന്ന ടീ വെണ്ടർ ഷോപ്പിൽ നിന്നും 100 മീറ്റർ കൂടുതൽ ഇത് ട്രക്ക് മൂവ് ചെയ്യാനുള്ള സാധ്യത വളരെ കുറവാണ്. പിന്നെ ഇത് എന്തൊക്കെ പറഞ്ഞാലും സുജയ, ഒരു കാര്യം കൂടി എനിക്കത് ഇതുവരെ ക്ലിയർ അല്ല. കാരണം ഇനിഷ്യലി കുറേ റിപ്പോർട്ട് ഉണ്ടായിരുന്നു, ഒരു ബെൻസ് കാർ ഉണ്ടായിരുന്നു. ഇപ്പോൾ അതിനെക്കുറിച്ചിട്ട് ആരും ഒന്നും പറയുന്നില്ല. അപ്പോൾ അതിൻ്റെ ഒരു റിയാലിറ്റി എന്താണ് എന്നുകൂടി ഒന്ന് അറിഞ്ഞാൽ കൊള്ളാമായിരുന്നു. ഡോക്ടർ മോഹനൻ പിള്ള, ഇപ്പോൾ നമുക്ക് ഔദ്യോഗികമായി കിട്ടുന്ന വിവരം നമ്മുടെ അർജുൻ അടക്കം 3 പേരെ കൂടി കിട്ടാനുള്ളതാണ്. ഇന്നലെ അത് 4 ആയിരുന്നു. ഇന്ന് നമുക്ക് ഈ സണ്ണി ഗൗഡ എന്ന സ്ത്രീയുടെ 62-കാരിയുടെ മൃതദേഹം പുഴയിൽ നിന്ന് തന്നെ കിട്ടിയിരിക്കുകയാണ്. അപ്പോൾ ഇനി 3 പേർ, അർജുൻ അടക്കം 3 പേരെയാണ് കിട്ടാനുള്ളത്. ആ 2 പേർ പ്രദേശത്ത് തന്നെയുള്ള ആളുകളാണെന്നാണ് പറയുന്നത്. വാഹനത്തിൽ സഞ്ചരിച്ച് വന്നവരാണ് എന്നുള്ള ഒരു വിവരവും അല്ലെങ്കിൽ കാണാതായി എന്നുള്ള പരാതികളോ ഒന്നും ആ സ്ഥലത്ത് നമ്മൾ കേട്ടിട്ടില്ല. ഇനി ഒരു പക്ഷേ റിപ്പോർട്ട് ചെയ്യപ്പെടാത്ത ഏതെങ്കിലും ആക്സിഡന്റ് അവിടെ ഉണ്ടായിട്ടുണ്ടോ, അല്ലെങ്കിൽ അങ്ങനെയുള്ള ആളുകൾ വന്നു പോയിട്ടുണ്ടോ? കാരണം ദേശീയപാതയാണല്ലോ, യാത്ര ചെയ്ത പാസ് ചെയ്ത് പോയ ഏതെങ്കിലും ട്രാവലർ അവിടെ വണ്ടി ഒതുക്കിയിട്ടുണ്ടോ എന്നുള്ളത് അറിയില്ല. എന്തായാലും നിലവിൽ അങ്ങനെയുള്ള പരാതികളൊന്നും നമ്മൾ കേൾക്കുന്നില്ല. ആദ്യഘട്ടത്തിൽ അവിടെ കാർ ഉണ്ടായിരുന്നു എന്നൊക്കെയുള്ള ഊഹാപോഹങ്ങളാണ്. അക്കാര്യത്തിൽ കൃത്യമായ ഒരു സ്ഥിരീകരണം എൻ്റെ പക്കലുമില്ല. യെസ്.